5 മിനിറ്റ് ലേറ്റ് ആണല്ലോ. ജറൂസ് സാർ ജിമ്മിംഗ് ഉള്ളിലോട്ട് പോയിരിക്കുക. ഇയാളല്ലേ ഡയറക്ടർ? അതെ. എന്തിനാ ഇപ്പൊ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? സർവീസ് സാറിനെ മൂഡ് ഔട്ട് ആക്കാനോ? ഞാൻ പറഞ്ഞു ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തിരിക്കുക. അതിനിടയിലായി എന്നെ കാണുമ്പോ അവനെന്തിനാ മൂഡ് ഔട്ട് ആകുന്നത്? അതിന് ഞാൻ അങ്ങോട്ട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ പറഞ്ഞത്? അവനാ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ? അവനെന്ന് വിളിക്കാൻ മാത്രം എന്താ വളർന്നോ? അവരൊരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാരല്ലേ പച്ചാളം? അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അല്ല, ഞാൻ എന്നെ കാണുമ്പോൾ മൂഡ് ഔട്ട് ആകുന്ന ആള് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ എങ്ങനെ അഭിനയിക്കും? ഉദയ, ഒരു തർക്കത്തിനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. മിസ്റ്റർ പച്ചാളം, നായകനായിട്ട് അഭിനയിക്കുന്ന ആളും സംവിധായകനും തമ്മിൽ ഒരു ധാരണയെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ. ഏതായാലും നിങ്ങളൊന്ന് വീരം ഞാൻ സരോജ് സാറിനെ അറിയിക്കാം. പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. നമസ്കാരം. ബ്യൂട്ടിഫുൾ ഹൗസ്. ഇത് പണിതാണോ വാങ്ങിയതാണോ? വാങ്ങിയതോ? കൊള്ളാം. ദാ ആ കാണുന്ന ഓരോരോ പുല്ല് വരെ സരോജ് സാറിന്റെ സ്വന്തം ഐഡിയ ആണല്ലേ? എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിൽ നിന്നാ, ഷാൻലിയർ തായ്ലൻഡ്. എല്ലാം തീപിടിച്ച വിലയാ. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? സരോജ് സാറിനാണെങ്കിൽ രാവിലെ റോയൽ സല്യൂട്ട്, ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ, രാത്രി പിന്നെ ശിവാശ്രീകൾ. ഓരോന്നൊഴിക്കട്ടെ? ഇപ്പൊ വേണ്ട. ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. മന്ത്രി പൊതുമരാമത്ത്. എന്തൊക്കെയുണ്ട് ആശാനെ? ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അയ്യോ, അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ? അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയെന്റെ കുട്ട. പറ. ഓക്കെ, അതിനെന്താ? പിന്നെ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണേ. എനിക്ക് ഇടയ്ക്കിടെ ആ വഴി പോകാനുള്ളതാ. ഇതിപ്പോ തന്നെ ശരിയാക്കിയേക്കാം. ഓക്കെ. പച്ചാളം, ഇന്ന് തന്നെ 2 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണം. ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ.